നമസ്കാരം. നമ്മളെയൊക്കെ ഞെട്ടിച്ചാണ് സ്വർണ്ണവില വൻതോതിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിച്ചിരി സ്വർണം വാങ്ങണമെങ്കിൽ പോലും ലക്ഷങ്ങൾ ചെലവാക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണവില വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പവൻ സ്വർണത്തിന് 760 രൂപയാണ് ഇന്ന്, അതായത് ഏപ്രിൽ മാസം 21-ാം തീയതി വർദ്ധിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആഭരണം ഉൾപ്പെടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും ഇനി നല്ലത്. ആഗോള വിപണി സാഹചര്യം മോശമായതാണ് സ്വർണ്ണവില ഇത്തരത്തിൽ ഉയരാൻ കാരണമായിരിക്കുന്നത്. വിവാഹ സീസണെല്ലാം അടുത്തിരിക്കെ സ്വർണം എങ്ങനെ ഏത് രീതിയിൽ വാങ്ങുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് വിവാഹ പാർട്ടിക്കാർ. അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ചൈന അറിയിച്ചതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഉയരാൻ കാരണമായി. ഇതോടെ അമേരിക്കയ്ക്ക് തതുല്യമായ തിരിച്ചടി ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ പോരടിക്കുന്നതാണ് വിപണിയെ ഇത്തരത്തിൽ സാരമായി ബാധിച്ചത്. എല്ലാം തകിടം മറിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും സ്വർണ്ണവില ഉയരുന്നതാണ് വിപണിയിലെ ഇപ്പോഴത്തെ കാഴ്ച. ഇന്നൊരു പവൻ സ്വർണത്തിന് 72,000 രൂപ പിന്നിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന വിലയിൽ സ്വർണം എത്തുന്നത്. ഒരു പവൻ സ്വർണത്തിന് 72,120 രൂപയാണ് ഏപ്രിൽ 21-ാം തീയതിയിലെ വില. ഗ്രാമിന് 95 രൂപയും പവന് 260 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 65,800 രൂപയായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 6,320 രൂപയുടെ വർധനവാണ് ഈ മാസം ഉണ്ടായിരിക്കുന്നത്. 22 കാരറ്റ് ഗ്രാമിന് 9,015 രൂപയാണ് പുതിയ നിരക്ക്. ഗ്രാം സ്വർണത്തിന് 9,000 രൂപ കടന്നുവെന്ന മറ്റൊരു റെക്കോർഡ് കൂടി ഉണ്ടായിരിക്കുകയാണ്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,410 രൂപയാണ് വില. ഇതിൽ നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ കൂടി 180 രൂപയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ സ്വർണം ആഭരണമായി വാങ്ങുകയാണെങ്കിൽ പണിക്കൂലിയും മറ്റ് ചെലവുകളും ഒക്കെ പോയിട്ട് 80,000 രൂപയിലധികമാണ് നിങ്ങൾക്ക് ചെലവ് വരുന്നത്. വിവാഹ പാർട്ടിക്കാരാണെങ്കിൽ പണിക്കൂലി മാറും. 10% അടിസ്ഥാന പണിക്കൂലി എന്നത് കണക്കുകളിൽ വീണ്ടും മാറും. അങ്ങനെ വരുമ്പോൾ കണക്കുകൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അന്തർദേശീയ വിപണിയിൽ സ്വർണം ഔൺസിന് $3,384 ഉയർന്നിട്ടുണ്ട്. ഇന്ന് വലിയ വില മുന്നേറ്റം അന്തർദേശീയ വിപണിയിലും പ്രകടമാണ്. 22 കാരറ്റ് സ്വർണം 10 ഗ്രാമിന് 90,000 കടന്നു എന്നതും കേരള വിപണിയിൽ സംഭവിച്ച വലിയ മാറ്റമാണ്. സ്വർണം ഔൺസ് വില $4,000 ഈ വർഷം കടക്കുമെന്നാണ് പ്രവചനങ്ങൾ. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവൻ സ്വർണത്തിന് 90,000 എന്ന രൂപയിലേക്ക് എത്തും. പിന്നെ 1 ലക്ഷം, അതായത് പവൻ സ്വർണത്തിന് 1 ലക്ഷം എന്ന കണക്കെത്താൻ അധികം താമസമില്ല എന്ന് ചുരുക്കം. അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. ഡോളർ മൂല്യം ഇടിയുന്നതാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണമായി വന്നിരിക്കുന്നത്. ഡോളർ സൂചിക 98 എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും കുറഞ്ഞ നിരക്കിലേക്ക് ഡോളർ വീഴുന്നത്. ട്രംപിന്റെ പുതിയ തന്ത്രങ്ങൾ പാളി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഡോളർ ഇത്രയും താഴ്ചയിലേക്ക് വീഴുമെന്ന് ട്രംപ് പോലും വിചാരിച്ചു കാണില്ല. സ്വന്തം കറൻസി മൂല്യം നഷ്ടപ്പെടുന്നത് അമേരിക്കയ്ക്ക് ഇരട്ടിയാക്കും. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 85.38 എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. വിപണിയിലെ അസ്ഥിരത, പ്രധാന സാമ്പത്തിക ശക്തികളുടെ പോരാ, താരിഫ് നിരക്കിലെ അവ്യക്തത, ഡോളർ മൂല്യ ഇടിവ്, പലിശ നിരക്ക് വൈകാതെ കുറയ്ക്കുമെന്ന പ്രചാരണം എന്നിവയെല്ലാമാണ് സ്വർണ്ണവില കൂട്ടുന്നത്. ഡോളർ വിട്ട് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട്. ലാഭമെടുക്കാൻ വേണ്ടി വിറ്റഴിക്കൽ നടന്നാൽ മാത്രമേ ഇനി സ്വർണം വില താഴുകയുള്ളൂ. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് വലിയ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പവന് 1,400 രൂപയ്ക്കും 2,800 രൂപയ്ക്കും ഇടയിൽ കുറച്ചുള്ള ബാക്കി തുക കിട്ടിയേക്കും. സ്വർണ്ണവില പിടിവിട്ടതോടെ ആഭരണം വാങ്ങുന്നവർ നിലപാട് മാറ്റിയെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത്. വിവാഹാവശ്യങ്ങൾക്ക് പോലും എടുക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ 10 പവനാണ് മിക്കവരും ആഭരണമായി വാങ്ങുന്നത്. പലരും പഴയ സ്വർണം മാറ്റി വാങ്ങി വിവാഹാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ചിലർ 18-14 കാരറ്റ് സ്വർണ്ണാഭരണത്തിലേക്ക് തിരിഞ്ഞിട്ടുമുണ്ട്. നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർ ഗോൾഡ് ETF ഇടപാട് നടത്തുന്നതായിരിക്കും നല്ലത്.